നമസ്കാരം. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ട് CPM-ഉം സർക്കാരും രംഗത്ത്. 18 മാസം കൊണ്ട് പരമാവധി വികസന പദ്ധതികൾ നടപ്പാക്കി സർക്കാരിൻ്റെ മുഖം മിനുക്കുവാനുള്ള ശ്രമം. IAS-കാരെയും ജീവനക്കാരെയും ഒപ്പം നിർത്താൻ പരിശ്രമം. വികസനം മുഖമുദ്രയാക്കി വീണ്ടും ഭരണം പിടിക്കാമെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. പാവങ്ങൾക്കായി കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നുള്ള ഉറച്ചു പറച്ചിൽ. പ്രതിപക്ഷത്ത് കോൺഗ്രസിലും തമ്മിലടിയും പാരവെപ്പും മാത്രം. കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വരുമോ? ഇത് ചോദ്യമാണ്. വികസന മുദ്രാവാക്യമാക്കി മൂന്നാം തുടർഭരണം പിടിക്കാമെന്ന വിലയിരുത്തലിലാണ് CPM. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ ഇപ്പോഴേ തന്ത്രങ്ങൾ മെനയുകയാണ് CPM സർക്കാർ, അല്ലെങ്കിൽ ഇടത് സർക്കാർ. മൂന്നാം തുടർഭരണം നേടാൻ വികസനമെന്ന മന്ത്രമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുക. ഇതിനായിട്ട് IAS ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചു കൂട്ടുകയും ചെയ്തു. എല്ലാ വകുപ്പുകളിലും 18 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന വികസന പദ്ധതികൾ വകുപ്പ് സെക്രട്ടറിമാർ ഉടൻ നിർദ്ദേശിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഭരണത്തിൽ മെല്ലപ്പോക്കെന്ന ആക്ഷേപം മറികടക്കുവാൻ വേണ്ടി വികസനത്തെ സർക്കാർ ഇപ്പോൾ കൂട്ടുപിടിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖം മിനുക്കലാണ് എന്ന് പറയേണ്ടി വരും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും കാര്യമായ മെച്ചം ലഭിക്കില്ലെന്ന് വിലയിരുത്തുന്ന ഇടതുമുന്നണി വികസനത്തിലൂടെ മുഖം മിനുക്കിയാൽ 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. മുൻഗണനാക്രമത്തിൽ അതിവേഗം നടപ്പാക്കിയും കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചും സർക്കാരിൻ്റെ മുഖം മിനുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വകുപ്പ് സെക്രട്ടറിമാർ നൽകുന്ന പദ്ധതികൾ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി അത് നടപ്പാക്കുക, സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇപ്പോൾ CPM-ൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. K-ഫോൺ, ലൈഫ്, നഗര ഗതാഗത പദ്ധതികൾ, ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ, ജലപാത വികസനം, ഇവയെല്ലാം ഉദ്ദേശിച്ച വേഗം കിട്ടാതെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ്, കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ, നഗരങ്ങളിലെ റോഡ് വികസനം, സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കൊന്നും വേഗം പോരാ, എല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നതാണ്. ശബരിമല വിമാനത്താവളം അടക്കമുള്ള വൻകിട പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനും സമയമില്ല. ഇതിനെല്ലാം വകുപ്പ് സെക്രട്ടറിമാരുടെ ഭാഗത്തുനിന്ന് ഊർജിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറിയൊക്കെ കൊണ്ട് സെക്രട്ടറിമാരുടെ യോഗം വിളിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും തൊഴിലവസരങ്ങൾ കൂട്ടാനുമുള്ള പദ്ധതികൾ നടപ്പാക്കും. വ്യവസായ സംരംഭങ്ങൾക്ക് അനുമതി നൽകുന്നതിനുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ കാലാനുസൃതമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിയെങ്കിലും പ്രതീക്ഷിച്ച പോലെ നിക്ഷേപകരെ ആകർഷിക്കാനായിട്ടില്ല. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് 15ാം സ്ഥാനത്താണ് കേരളം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ റാങ്കിങ്ങിൽ 10ാമതെത്തുമെന്നും 5 വർഷത്തിനകം അത് 1ാം സ്ഥാനത്തെത്തുമെന്നുമാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായി നമ്മൾ കണ്ടിട്ടുള്ളത്. ഗവർണർ ചില ബില്ലുകളിൽ ഒപ്പിട്ടതോടെ ഭൂമി തരം മാറ്റൽ, പട്ടയഭൂമിയിലെ നിർമ്മാണ ക്രമപ്പെടുത്തൽ അടക്കം നടപടികളൊക്കെ വേഗത്തിലാക്കാമെന്നുള്ള സർക്കാരിൻ്റെ വിലയിരുത്തലുകളുണ്ടാകുന്നു. അടുത്ത ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ ഈ മുഖം മിനുക്കൽ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കിറ്റ് കൊടുത്ത് 2ാം വട്ടം കൂടി അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ള അമിതമായിട്ടൊരു ആത്മവിശ്വാസം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരു കിറ്റ് കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ കിറ്റിന് പകരം ഇങ്ങനെ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കുവാൻ, വികസന സാധ്യതകൾ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം അത് ഇനിയുള്ള 10-16 ദിവസങ്ങൾ കൂടി ഇവിടെ നടക്കുകയുണ്ടാവും. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് മൂന്നാം തുടർഭരണം നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുമ്പ് കൊടുത്തത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കിറ്റ് കൊടുത്തിട്ടാണ് അധികാരത്തിൽ നേടിയതെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വികസന തന്ത്രങ്ങൾ കൈക്കൊണ്ടു, വികസന മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ട് ആ നേട്ടങ്ങൾ എണ്ണി പറയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. തുറന്നിട്ടാൽ മൂടാത്ത റോഡുകൾ മാത്രമുള്ള നഗരങ്ങളായി അധപ്പതിക്കുകയാണ് ഈ നഗരവും ഈ സംസ്ഥാനവും എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. പിണറായി വിജയനും മരുമകൻ റിയാസുമൊക്കെ മറന്നാലും അത് മറക്കാത്തവരാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഇതാണോ നിങ്ങളുടെ വികസനമെന്ന് ഈ ജനങ്ങൾ ചോദിക്കും. കുടിവെള്ളം കിട്ടിയിട്ട് നാളുകളായിട്ടുള്ള ആ നാട്ടുകാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങ് ഗ്രാമാന്തരങ്ങളിലല്ല, ഇങ്ങ് നഗരങ്ങളിൽ പോലും കുടിവെള്ളം ലഭിക്കാതായിട്ട് ആഴ്ചകളാകുന്നു. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങൾ വല്ലാതെ വെറുപ്പിക്കലാകുന്നു.
അപ്പോൾ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കഴിയാത്ത ഒരു സർക്കാരിൻ്റെ കുടിവെള്ളമില്ലാത്ത വൈദ്യുതിയില്ലാത്ത ഈ സംവിധാനങ്ങളെയാണോ നിങ്ങൾ വികസനമെന്ന് പറയുന്നത്? ഇതാണോ നിങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന വികസന മന്ത്രം? ഇത്തരത്തിലുള്ള വികസനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ പറയും. അതുകൊണ്ട് മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാൻ ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളിനി എത്രയൊക്കെ കുതിച്ചു പൊന്തിയാലും ശരി, ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്നാം തുടർ ഭരണം എന്നൊരു സാധ്യതയില്ല. ഒരിക്കലും നിങ്ങളുടെ ഈ ഭരണത്തിനെ കൈക്കൊള്ളുവാൻ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയും ഇവിടുത്തെ ജനങ്ങളും നിങ്ങളുടെ അണികളടക്കം പിന്മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വരാൻ പോകുന്നത് മറ്റൊരു സർക്കാരായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും മൂന്നാം തുടർ ഭരണം ലഭിക്കില്ല എന്നുകൂടി പറയട്ടെ.